നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ മാറ്റം വരേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പണ്ട് കാലത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നതിൻ്റെയും ഒരു എവറസ്റ്റ് കൊടുമുടിയുടെ ഹൈറ്റ് എത്രയാണെന്നുള്ളതും പിന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴം എത്രയാണെന്നുള്ളതും ഒക്കെയാണ് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും നമ്മുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയൊരു അപജയം. അതേസമയം മറ്റ് രാജ്യങ്ങളിൽ എന്താ പഠിക്കുന്നത്? പഠിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് പൂർത്തിയായിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ സംബന്ധിച്ച് അവനൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കും. കാരണം അവന് വണ്ടി ഓടിക്കാൻ പഠിച്ചു. റോഡിൻ്റെ ഏത് വശത്തൂടെയാണ് നടക്കേണ്ടതെന്നറിയാം. അവൻ ഒന്നുമില്ലെങ്കിലും വീട്ടിൽ നിന്ന് രാവിലെ എണീക്കുമ്പോൾ അവൻ്റെ ബെഡ് വൃത്തിയാക്കി ബെഡ്ഷീറ്റ് മടക്കി മുകളിൽ വെച്ചിട്ടാണ് ഇറങ്ങേണ്ടതെന്നുള്ളതിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അതവന് കിട്ടും. നമ്മുടെ ഏതെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറണം. 2, പഴയ ജോലികളെല്ലാം അസ്തമിക്കാൻ പോകുന്നൊരവസ്ഥയിലാണ്. എയുടെ കാലഘട്ടമാണ് ഇനി വരുന്നത്. ഡീസലും പെട്രോളും അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പമ്പുകൾ ഉണ്ടായിരുന്നു. പമ്പിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇത് മാറും. ഞാൻ പമ്പിൽ കയറിയിട്ട് മാസങ്ങളായി. ഇലക്ട്രിക് വണ്ടിയാണ് ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. കാലക്രമേണ ആ ജോലികൾ അസ്തമിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് കാറ് മാറ്റിയിട്ട് സോളാറിന്റെ കാറ് വാങ്ങിക്കും. കാരണം ഓടുന്നതിനനുസരിച്ച് കാറ് ചാർജ് ആയിക്കോളും. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കാലഘട്ടത്തിനനുസരിച്ച് ജോലികൾ മാറുകയും വേറെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് വരികയും ചെയ്യും. അങ്ങനെയുള്ള വിദ്യാഭ്യാസം നമുക്കിനി കൊടുക്കുകയും ടെക്നോളജി പരമായിട്ടുള്ള നോളജുകൾ വിദ്യാർത്ഥികളിലേക്ക് ഫീഡ് ചെയ്യുക, ആ രീതിയിലേക്ക് കുട്ടികളെ വളർത്തി വാർത്തെടുക്കുക.